അപ്പോൾ നമ്മളെ തെറി വിളിക്ക് പോലും മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള മാതൃക ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ നമ്മളെ വന്നിട്ട് വലിയ തെറി വിളിക്കും. ഞാൻ അവരോടൊക്കെ പറയാറ് മുഹമ്മദ് നബി വിളിച്ച തെറിയുടെ അടുത്തൊന്നും എത്തില്ല എന്നാണ് ഞാൻ പറയാം. സാക്ഷാൽ പടച്ചോൻ പോലും തെറി വിളിച്ചിരിക്കുന്നു. പിന്നെയാണ് തന്തയില്ലാത്തവനെന്ന് വിളിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു. അത് ഖുറാനിൽ തന്നെയുള്ള വാക്കുകളാണ്. അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ദൈവം, സ്വന്തം ദൈവമാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ മൂക്കിന് നീളം കൂടുതലാണ്, അപ്പോൾ അയാളെ തുമ്പിക്കൈ മൂക്കുള്ളവനെന്നാണ് വിളിക്കണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഈ പടച്ചോൻ തന്നെയാണ് ഈ തുമ്പിക്കൈ മൂക്ക് ഉണ്ടാക്കി കൊടുത്തത്, എന്നിട്ട് വിളിക്കുകയാണ് തുമ്പിക്കൈ മൂക്കുള്ളവനെന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു പടച്ചോനെയാണ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നത്, കന്നുകാലികളെ എന്ന് വിളിക്കുന്ന ദൈവം, ഇതൊക്കെയാണ് കാണുന്നത്. ഇതാരെ വിളിക്കുന്നത്? മുസ്ലിങ്ങളല്ലാത്തവരെ, എതിർത്തവരെ, ഇതുപോലെ ചോദ്യം ചെയ്തവരെയൊക്കെ വിളിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതേപോലെ മറ്റു പല വളരെ വൾഗറായിട്ടുള്ള സാധനങ്ങൾ അത് മുഹമ്മദ് നബി വക വേറെയുണ്ട്. അത് അന്യദേവതകളെ പോലും അവരെ അന്യദേവതയുടെ പോയി ഇന്നത് ചെയ്യൂ എന്ന് പച്ചയ്ക്ക് പറയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇന്ന് ബാപ്പാൻ്റെത് പോയി അത് ചെയ്യൂ എന്ന് പറയുന്ന മുഹമ്മദ് നബി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന തെറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇസ്ലാമിലെ മാതൃകയല്ല. അപ്പോൾ ഇത് മാതൃക എവിടെയും ഇരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചില ഇസ്ലാമിക ദവാ പ്രവർത്തകർ ഇതേപോലെ തെറി വിളിച്ചു. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരെ ചോദ്യം ചെയ്തു, ഇങ്ങനെ തെറി വിളിക്കുന്നത് ഇസ്ലാമികമായിട്ട് ശരിയാണോ? ഇങ്ങനെയൊക്കെ അവരെ പോയിട്ട് തിരുത്തി. വിശ്വാസികൾക്ക് തോന്നി. കാരണം എന്താ, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ നാട്ടിലെ സാധാരണ വിശ്വാസിക്ക്, ഒരു ശരാശരി വിശ്വാസിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുഹമ്മദ് നബിയേക്കാൾ ധാർമ്മികത ബോധമുണ്ട്.